ഹായ് എവരി വൺ. വളരെ ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. റവ ദോശയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തമീമിയുടെ റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പോളം റോസ്റ്റഡ് റവ. ഇതിന് വേണ്ടിയിട്ട് റോസ്റ്റഡ് അല്ലാത്ത റവയും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1 കപ്പോളം അരിപ്പൊടി എടുക്കുന്നുണ്ട്. റവയുടെ അതേ അളവ് തന്നെ അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പോളം മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത്, 2 പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത്, 1 തണ്ട് കറിവേപ്പില നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തത്, 1 പിടി മല്ലിയിലയും ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചി ആവശ്യമുണ്ടെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചി ചേർത്തിട്ടില്ല. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂണോളം ഉപ്പും 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർക്കാം. തൈരൊക്കെ ഓപ്ഷണലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും 1 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തോളൂ. ഇനി ഈ ബാറ്റർ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് തന്നെ ഒരു വെള്ള ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. മുമ്പൊരു മസാല ദോശയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ഷീ ടോക്സ് ബൈ അച്ചു എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് ഞാനിവിടെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 4 മീഡിയം സൈസിലുള്ള ചെറിയ ഉള്ളി, 1/2 ഇഞ്ച് നീളത്തിലുള്ള 1 പീസ് ഇഞ്ചി, 1 പച്ചമുളക്, 1/2 ടീസ്പൂണോളം ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ചേർത്താൽ മതിയാവും. ഇതൊരല്പം കട്ടിയോടുകൂടി തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ നല്ലപോലെ സോഫ്റ്റായിട്ട് അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. ചട്നിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. അതുപോലെ തന്നെ ഇങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ ചട്നി ഡയറക്റ്റ് അങ്ങ് ചൂടായ എണ്ണയിലോട്ട് ഒഴിക്കാൻ പാടില്ല. ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് മാത്രമേ താളിച്ചൊഴിക്കാൻ പാടുള്ളൂ. എങ്കിലേ ആ ഒരു ചട്നിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് താളിക്കാനുള്ള ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും എപ്പോഴും മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്ത് വേണം താളിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള 2 ചുവന്നുള്ളിയും 2 തണ്ട് കറിവേപ്പിലയുമാണ് ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ സമയം നമുക്കിതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ തന്നെ മതിയാവും ഈ ഒരു ചട്നി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം തന്നെ ഞാനൊരു ടൊമാറ്റോ ചട്നി കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം രാവിലെ എണീക്കുമ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും അരിയൊന്നും കുതിർത്ത് അരയ്ക്കാതെയൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറ്. അതിനൊരു പരിഹാരം എന്നുള്ളൊരു രീതിക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ബാറ്റർ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ആയതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ടും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കണം. ഏകദേശം കോരി എടുക്കുമ്പോൾ മോരും വെള്ളമൊക്കെ പോലുള്ളൊരു ബാറ്റർ ആയിരിക്കണം. ഇതിലേക്ക് വെള്ളം കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ പാകം നോക്കി ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. നീർദോശ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണൂ കേട്ടോ. നീർദോശയ്ക്ക് വേണ്ടിയിട്ട് പാൻ ചൂടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ചൂടാക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാവ് കോരി ഒഴിച്ച് അത് നെറ്റ് പോലെ ആയതിനു ശേഷം നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ദോശയുടെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നെയ്യോ എണ്ണയോ ഏത് ഓയിലാണോ നമ്മുടെ കയ്യിലുള്ളത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് മുരിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി വരണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച ശേഷം ഒരു 3-4 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മാവ് തയ്യാറാക്കി വളരെ പെട്ടെന്ന് തന്നെ നമ്മളിവിടെ നീർദോശ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ദോശയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.